ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഒന്നാണ് മധുരക്കിഴങ്ങ്. മധുരം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിനാ പേര് വീണതും. കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഭക്ഷണങ്ങൾ സാധാരണയായി ഫൈബറിൻ്റെ മികച്ച ഉറവിടങ്ങളാണ്. ഫൈബർ, കാർബോഹൈഡ്രേറ്റ് എന്നിവ പ്രധാനമായും ഇതിലടങ്ങിയിട്ടുമുണ്ട്. നമ്മുടെ പറമ്പിലും മധുരക്കിഴങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ മധുരക്കിഴങ്ങാണ്. വിശപ്പ് കുറയ്ക്കുവാനുള്ള സ്വാദ് കുറഞ്ഞ ഒരു ഭക്ഷണം എന്നതിലുപരിയായി മധുരക്കിഴങ്ങിന് ധാരാളം ആരോഗ്യവശങ്ങളുമുണ്ട്. മധുരമുള്ളതുകൊണ്ട് ഇത് പ്രമേഹം ഉണ്ടാക്കുമെന്ന ധാരണ വേണ്ട. ശരീരത്തിലെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയ്ക്കും. അതുകൊണ്ട് ഇത് പ്രമേഹത്തെ ചെറുക്കും. ഇതിൽ വൈറ്റമിൻ B6 ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഹൃദയാഘാതം ചെറുക്കാൻ ഇത് സഹായിക്കും. വൈറ്റമിൻ സിയുടെ നല്ലൊരു ഉറവിടം കൂടിയാണ് മധുരക്കിഴങ്ങ്. ഇത് നമ്മളുടെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കും. അയൺ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് രക്തമുണ്ടാകാൻ മധുരക്കിഴങ്ങ് നല്ലതാണ്. ഇതിലെ വൈറ്റമിൻ സി, ബീറ്റ കരോട്ടിൻ എന്നിവ ശരീരത്തിന് പ്രതിരോധശേഷി നൽകും, രോഗസാധ്യത കുറയ്ക്കും. അതുപോലെ ഇതിലെ കരോട്ടനോയിഡുകൾ കണ്ണിന് കാഴ്ചയെ സഹായിക്കും. പ്രായമാകുന്നത് കാരണമുള്ള കാഴ്ച പ്രശ്നങ്ങൾക്ക് ഇത് ഉത്തമമാണ്. ചർമ്മത്തിൽ ചുളിവുകൾ വീഴുന്നത് തടയാൻ മധുരക്കിഴങ്ങിന് കഴിയും. ഇതിലെ ബീറ്റ കരോട്ടിനാണ് ഇതിന് സഹായിക്കുന്നത്. അതുപോലെ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സ് കുറയ്ക്കാനും മധുരക്കിഴങ്ങ് നല്ലതാണ്. ഇതിലെ മഗ്നീഷ്യമാണ് ഈ ഗുണം നൽകുന്നത്. ഇത് ഹൃദയത്തിനും എല്ലുകൾക്കും നാഡികൾക്കും ഗുണം നൽകും. കൂടാതെ വൈറ്റമിൻ ഡി മധുരക്കിഴങ്ങിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ഊർജം വർദ്ധിപ്പിക്കും. ശരീരത്തിൻ്റെ ആകെയുള്ള ആരോഗ്യത്തിനും ഗുണം ചെയ്യും. കൂടാതെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹന പ്രശ്നങ്ങൾക്കും കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരമാണ്. ആരോഗ്യകരമായ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഒന്നാണ് മധുരക്കിഴങ്ങ് അഥവാ ചക്കരക്കിഴങ്ങ്, ശർക്കരക്കിഴങ്ങ് എന്നും പറയാറുണ്ട്. മധുരക്കിഴങ്ങ് ആരോഗ്യകരമാണെങ്കിലും ചില ദോഷവശങ്ങളുമുണ്ട്. അമിതമായിട്ട് കഴിക്കുകയാണെങ്കിൽ വയറുവേദന, അതുപോലെ പ്രമേഹമുള്ളവരിലാണെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാനും സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്ക് മധുരക്കിഴങ്ങിനോട് അലർജിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹൃദ്രോഗമുള്ളവരും ബീറ്റ ബ്ലോക്കറുകൾക്കുള്ള മരുന്നുകൾ കഴിക്കുന്നവരും ഈ പച്ചക്കറി കഴിക്കുന്നത് ഒഴിവാക്കണം. ബീറ്റ ബ്ലോക്കറുകൾ പൊട്ടാസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും പൊട്ടാസ്യം അടങ്ങിയ മധുരക്കിഴങ്ങ് കൂടുതൽ കഴിക്കുന്നത് ഇതിന് കാരണം. വീണ്ടും വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ മധുരക്കിഴങ്ങ് ഒഴിവാക്കണം. കാരണം രക്തത്തിൽ നിന്ന് അധിക പൊട്ടാസ്യം നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം ഇത് മാരകമായേക്കാം. മധുരക്കിഴങ്ങിൻ്റെ അമിത ഉപയോഗം നിങ്ങളുടെ ചർമ്മത്തെയും നഖങ്ങളെയും അല്പം ഓറഞ്ച് നിറമാക്കാനും സാധ്യതയുണ്ട്. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റീഷ്യന്മാരും പോഷകാഹാര വിദഗ്ധരും ശുപാർശ ചെയ്യുന്ന ഒരു ഭക്ഷണമാണ് മധുരക്കിഴങ്ങ്. ഇതിൻ്റെ പാചക രീതിയും പ്രധാനമാണ്. തിളപ്പിക്കുന്നതും വായുവിൽ വറക്കുന്നതുമാണ് ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ നൽകുന്നത്. ഭക്ഷണത്തിലെ പോഷകങ്ങൾ നിലനിർത്തുന്നതിനുള്ള ഏറ്റവും മോശം രീതിയാണ് തിളപ്പിക്കൽ എങ്കിലും മധുരക്കിഴങ്ങിൻ്റെ കാര്യത്തിൽ ഇത് നേരെ വിപരീതമാണ്. തിളപ്പിക്കൽ കൂടുതൽ ബീറ്റ കരോട്ടിൻ നിലനിർത്തുകയും മറ്റ് പാചക രീതികളെ അപേക്ഷിച്ച് പോഷകങ്ങളെ കൂടുതൽ ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. മധുരക്കിഴങ്ങ് പോഷക സമ്പുഷ്ടമാണ്. മിക്കവാറും എല്ലാ ഭക്ഷണക്രമത്തിലും ഇതൊരു മികച്ച കൂട്ടിച്ചേർക്കലാണ്. മധുരക്കിഴങ്ങിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിനുകളും ധാതുക്കളും എന്നിവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ക്യാൻസറിനെതിരെ പോരാടുന്നതിനും കുടൽ, ഹൃദയം, കണ്ണ് എന്നിവയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക തുടങ്ങി നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു. മധുരക്കിഴങ്ങ് പ്രമേഹത്തിന് നല്ലതാണോ അല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം അല്പം ബുദ്ധിമുട്ടാണ്. മധുരക്കിഴങ്ങ് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുമെങ്കിലും അതൊരു ഒറ്റമൂലിയൊന്നുമല്ല. മിതമായ അളവിൽ കഴിക്കുകയും ശരിയായ രീതിയിൽ പാകം ചെയ്യുകയും വേണം. ഇത്തരം അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.